മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സാഗറിനെ നമ്മുടെ കണ്ണൻ വിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാഗറിന് ആകപ്പാടെ പേടിയാവുകയാണ്. നമ്മുടെ കണ്ണൻ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് അപ്പോൾ നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, മഹാലക്ഷ്മി ഇന്നലെ വന്നപ്പോൾ ആകപ്പാടെ ഡൗൺ ആയിരുന്നല്ലോ, എന്ത് പറ്റി സാഗറെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാഗർ പറയുന്നുണ്ട്, ഇല്ലല്ലോ, ഫുഡ് കഴിച്ചിട്ട് മേഡം എൻ്റെ അടുത്ത് ഓഫീസിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു, പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ലെന്ന്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ശരിയാണ്, അയാൾക്ക് ചിലപ്പോൾ അമ്മയെ കണ്ട സങ്കടമായിരിക്കും, അമ്മയെ കണ്ടാൽ അയാൾക്ക് എപ്പോഴും സങ്കടമാണെന്നൊക്കെ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, മഹാലക്ഷ്മി വരുമ്പോൾ മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് നിനക്ക് ഞാൻ സാലറി തരാം എന്നൊക്കെ പറഞ്ഞ് സാഗറിനെ വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാലക്ഷ്മി മേഘനാഥന്റെ ചിത്രം ഹോസ്പിറ്റലിലെ ഒരു നേഴ്സിന് കാണിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അന്ന് ആക്സിഡന്റ് പറ്റി അഡ്മിറ്റ് ആയത് ഇയാൾ തന്നെയല്ലേ എന്ന് കൺഫേം ആക്കുന്നുണ്ട്. എന്നിട്ട് നേഴ്സ് പറയുന്നുണ്ട്, ആ ശരിയാണ്, ഇയാൾ തന്നെയാണ്, ഇയാൾ ഭയങ്കര പൂവാലനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ മഹാലക്ഷ്മി കണ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മി പറയുവാണ്, എനിക്ക് മേഘനാഥനെ ഉറപ്പായിട്ടും കാണണം, അമ്മാവന്റെ മകനെ ഇപ്പോൾ തന്നെ കാണണം എന്നൊക്കെ. കണ്ണേട്ടൻ ഒരു കാര്യം ചെയ്യേ, വിളിച്ചു ചോദിച്ചാൽ അയാൾ അവിടെ ഇല്ലെന്നേ പറയുകയുള്ളൂ, അതുകൊണ്ട് സൈബർ സെല്ലിൽ വിളിച്ച് അയാളുടെ കറണ്ട് ലൊക്കേഷൻ അറിഞ്ഞ് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, തനിക്ക് കാണണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ. പിന്നീട് നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയെ വിളിച്ച് പറയുന്നുണ്ട്, സൈബർ സെല്ലിൽ നിന്ന് കോള് വന്നായിരുന്നു, അയാൾ അവിടെ ഉണ്ടെന്നാ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ആദ്യം കണ്ണേട്ടൻ ചെല്ല്, ഞാൻ പിന്നീട് വരാം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഒഴിഞ്ഞു മാറുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ തന്നെ നമ്മുടെ കണ്ണനാണ് ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണനെ അമ്മായിയും മേഘനാഥന്റെ പെങ്ങളും കൂടി വെൽക്കം ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേഘനാഥനെ പെങ്ങൾ പോയി വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേഘനാഥനാണെങ്കിൽ ആകെ ടെൻഷനാണ്. അപ്പോൾ നമ്മുടെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, കണ്ണൻ ഒറ്റയ്ക്കാണോ വന്നത് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ പെങ്ങൾ പറയുന്നുണ്ട്, കണ്ണനുമുണ്ട്, ഡ്രൈവറുമുണ്ട്, വേറെ ആരുമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ മേഘനാഥൻ കുറച്ച് പേടിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുമ്പോഴാണ് നമ്മുടെ കണ്ണന്റെ കൂടെ മഹാലക്ഷ്മി നിൽക്കുന്നത് കാണുന്നത്. മഹാലക്ഷ്മി ഇങ്ങനെ കട്ടക്കലിപ്പിൽ നമ്മുടെ മേഘനാഥനെ നോക്കി നിൽക്കുന്ന രംഗത്തോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.